ഹലോ സുഹൃത്തുക്കളെ, ഈ പ്രതിസന്ധി കാലഘട്ടത്തിലും ഒരു ചെറിയ ചിന്ത പോലും വലിയ മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. ഹസ്നാസ് സ്പാർക്ക് വൈബ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമീപകാലത്ത് ഒരു ഇഫ്താർ വൈകുന്നേരം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനും എൻ്റെ ഫാമിലിക്കുമൊപ്പം ഒരു റെസ്റ്റോറൻറ്റിൽ പോയിരുന്നു. അവിടെ പല ടേബിളുകളിലും പല പ്ലേറ്റുകളും പകുതിയായും ചിലത് മുഴുവനായും ഭക്ഷണം മിച്ചമായി തിരികെ ഇരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. നമുക്ക് ആവശ്യമായത്ര മാത്രം എടുക്കുന്നതിന് പകരം എന്തിന് ഇത്രയും അധികം ഫുഡ് വേസ്റ്റ് ചെയ്യണം? ആ കാഴ്ച എന്നെ ഒരു പഴയ ഓർമ്മയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കുറേ വർഷങ്ങൾക്ക് മുൻപ് ഒരു നോർത്ത് ഇന്ത്യൻ ട്രെയിൻ യാത്രക്കിടയെ ഞാൻ അനുഭവിച്ചറിഞ്ഞ ഒരു കാഴ്ച. ട്രെയിൻ ചില സ്റ്റേഷനുകൾ പിന്നിട്ടപ്പോൾ ആളുകൾ കഴിച്ചു ബാക്കിയാക്കി കളഞ്ഞ ചെറിയ ഭക്ഷണ കഷ്ണങ്ങൾ പോലും, അത് ഒരു പിടി അരിയാവാം, പകുതി ചപ്പാത്തിയാവാം, അല്ലെങ്കിൽ കറിയിലുണ്ടായിരുന്ന ഒരു ഉരുളക്കിഴങ്ങ് പോലും ആവാം, അത് ഏതായാലും അത് എടുക്കുക മാത്രമല്ല അത് കഴിക്കാനുമായി ചില കുട്ടികൾ ട്രെയിനിനോട് ചേർന്ന് ഓടിക്കൊണ്ടിരുന്നു. ആ കാഴ്ച എൻ്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. അന്നു മുതൽ ഭക്ഷണത്തെക്കുറിച്ചുള്ള എൻ്റെ സമീപനം മാറി. അന്ന് ഞാൻ എനിക്ക് തന്നെ ഒരു വാക്ക് കൊടുത്തിരുന്നു: എൻ്റെ പ്ലേറ്റിൽ വയ്ക്കുന്ന ഓരോ പിടി അരിയും അത് എനിക്ക് ആവശ്യമായത് മാത്രം ഞാൻ എടുക്കുകയും എടുത്തത് അവസാനത്തെ അരി വരെ കഴിച്ചു തീർക്കുകയും ചെയ്യും എന്നതായിരുന്നു ഞാൻ എന്നിലേക്ക് കൊടുത്ത ആ ഒരു പ്രതിജ്ഞ. ഇന്ന് ലോകത്ത് ഭക്ഷണക്കുറവും വിലവർധനയും ഉള്ള ഈ ഒരു സമയത്ത് ആ വാക്ക്, ആ പ്രതിജ്ഞ എനിക്ക് കൂടുതൽ പ്രാധാന്യമുള്ളതായി തോന്നി. നമ്മൾ ഒരാൾക്ക് മാത്രമായി ഈ വലിയൊരു പ്രശ്നം പരിഹരിക്കാനാവില്ല. പക്ഷേ ഏതൊരു ചെറിയ ശീലവും അത് തുടങ്ങി വെച്ചാൽ അത് ഒരു വലിയ മാറ്റത്തിന് വഴിവെക്കും. നമുക്കെല്ലാവർക്കും ഒരു പ്രതിജ്ഞ എടുത്താലോ? നമുക്ക് കഴിക്കാവുന്നത്ര മാത്രം ഭക്ഷണം നാം എടുക്കുകയും അത് എടുത്തത് എത്രയാണോ അത് മുഴുവൻ കഴിച്ചു തീർക്കുകയും ചെയ്യും എന്ന ഒരു പ്രതിജ്ഞ. ഭക്ഷണത്തിൻ്റെ യഥാർത്ഥ മൂല്യം നിങ്ങൾ മനസ്സിലാക്കിയ ഒരു അനുഭവം നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും. അടുത്തൊരു വീഡിയോയുമായി നിങ്ങളെ കണ്ടുമുട്ടും വരെ വിടവാങ്ങുന്നു. ഹസ്നാസ് സ്പാർക്ക് വൈബ്സ്. അതുവരെ ചിന്തിക്കൂ, ചിന്തിച്ചുകൊണ്ടേയിരിക്കൂ. ഓരോ ചെറിയ ചിന്തകളും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കും. Thank you and bye-bye.